ചെറുപ്പത്തിലാണ് സൈക്കിൾ ഡോക്ടർ സി.വി. കൃഷ്ണകുമാറിന്റെ ജീവിതത്തിലേക്ക് കയറി വന്നത്. പേരെടുത്ത ഡോക്ടറായപ്പോഴും സൈക്കിളിനെ അദ്ദേഹം ചേർത്ത് പിടിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അസ്ഥിരോഗ വിദഗ്ധനായ കൃഷ്ണകുമാർ ആശുപത്രിയിൽ വരുന്നതും സൈക്കിളിലാണ്. നഗരത്തിലെ വീട്ടിൽ നിന്നും മുളങ്കുന്നംകാവിലെ ആശുപത്രിയിലെത്താൻ 12 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടണം. 25 മിനിറ്റത്തെ യാത്ര. 10 വർഷമായുള്ള പതിവാണിത്. തിരുവനന്തപുരം അടക്കമുള്ള ജില്ലയിലും സൈക്കിളിൽ പോയിട്ടുണ്ട്. ബംഗളൂരു ടു മൈസൂരു, ബംഗളൂരു സൈക്കിൾ റൈഡറായ ബ്രൂവയിൽ 600 കിലോമീറ്റർ ദൂരം ചവിട്ടിയതാണ് നേട്ടം. കോലമ്പത്തൂർ ടു സേലം റൈഡിലും പങ്കെടുത്തിരുന്നു. സ്വിറ്റ്സർലാൻഡിലെ BMC പ്രൊഫഷണൽ സൈക്കിളിലാണ് യാത്ര. 5 ലക്ഷത്തിലേറെയാണ് വില. ഇലക്ട്രോണിക് നിയന്ത്രിതമാണ്. നീണ്ട യാത്രകൾക്ക് അനുയോജ്യമാണ്. MBBSന് പഠിക്കുമ്പോഴും ജോലി കിട്ടിയിട്ടും യാത്ര സൈക്കിളിൽ തന്നെയായിരുന്നു. അതിനിടെ കാൽമുട്ടിന് രോഗം വന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷവും ദീർഘദൂര സൈക്ലിംഗ് മത്സരത്തിൽ പങ്കെടുത്തു. എല്ല് തേയ്മാനം വരുത്താത്ത സൈക്കിൾ ചെലവ് ചുരുക്കി നിർമ്മിക്കാനായിരുന്നു തുടർന്നുള്ള ശ്രമം. ഇതിനായി സൈക്ലിംഗിന്റെ ശാസ്ത്രീയത പഠിച്ചു. തൃശൂർ പാട്ടുരായ്ക്കൽ ഗിരിജാ തിയേറ്ററിന് പിന്നിലുള്ള വീടിനോട് ചേർന്ന് ക്രാങ്ക് എന്ന ഇമ്പോർട്ടഡ് സൈക്കിൾ സെയിൽസ് സർവീസ് ഷോപ്പ് തുടങ്ങാൻ സ്ഥലം സൗജന്യമായി നൽകി. വൻകിട കമ്പനികൾ ലക്ഷങ്ങളോളം രൂപയ്ക്ക് വിൽക്കുന്ന സൈക്കിളുകൾ വിലക്കുറവിൽ ഇവിടെ കിട്ടും. അവയിൽ ഡോക്ടർ കൃഷ്ണകുമാർ ഡിസൈൻ ചെയ്ത ലോ കോസ്റ്റ് ഹൈബ്രിഡ് സൈക്കിളുമുണ്ട്. ഈയിടെ അത് പുറത്തിറക്കി. ജില്ലയിലെ പല ഷോപ്പിലും ക്രാങ്ക് സൈക്കിൾ ലഭ്യമാണ്. നീണ്ട റൈഡുകൾ ഇനിയും ചെയ്യണം. ചുരുങ്ങിയ ചെലവിൽ സൈക്കിളുകൾ ലഭ്യമാക്കാനും ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഡോക്ടർ കൃഷ്ണകുമാർ പറയുന്നത്.